Hello, I'm Dr. Preeta Reddy, working in GEM Hospital Research Center, Paratani. I'm here today to talk to you about the role of laparoscopy in women health. അപ്പോൾ നമുക്കറിയാം ലാപ്രോസ്കോപ്പി മീൻസ് കീ ഹോൾ സർജറി ദാറ്റ്സ് മിനിമലി ഇൻവേസീവ് ആൻഡ് ഇറ്റ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ പോപ്പുലർ ദീസ് ഡേയ്സ്. അപ്പോൾ പേഷ്യൻസ് ചോദിച്ചു വരാറുണ്ട് കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ. അപ്പോൾ വേറെ സ്ഥലത്ത് ഓപ്പൺ സർജറി പറഞ്ഞിട്ടുള്ളവർ ദേ വിൽ കം ആൻഡ് ആസ്ക് കീ ഹോൾ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുമോ. Now this is because നമ്മൾ കീ ഹോൾ സർജറി ചെയ്യുമ്പോൾ വി നോ ദാറ്റ് പെയിൻ കുറവായിരിക്കും, പോസ്റ്റ് ഓഫ് റിക്കവറി സ്മൂത്ത് ആയിരിക്കും, ഹോസ്പിറ്റൽ സ്റ്റേ കുറഞ്ഞു. ഇത് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻസിന് തിരിച്ച് ജോലിക്ക് കയറാനും തിരിച്ച് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് കാരണമാണ് ആൾക്കാർ ചോദിച്ച് വരുന്നത് കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറേ ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസിന് നമുക്ക് കീ ഹോൾ സർജറി ഇപ്പോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിൽ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫാമിലി പ്ലാനിങ് പ്രൊസീജിയർ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണ്. അത് സിമ്പിൾ പ്രൊസീജിയറാണ്, വേഗം ചെയ്യാൻ പറ്റും, റിക്കവറിയും എളുപ്പമാണ്. മാക്സിമം ഒരു ഡേ ഒക്കെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരാറുള്ളൂ. പിന്നെ ചെയ്യുന്നത് ഹിസ്റ്ററെക്ടമിയാണ്. ഹിസ്റ്ററെക്ടമി പറയുമ്പോൾ യൂട്രസ് റിമൂവൽ. ഇത് ചെയ്യുന്നത് നമ്മൾ ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ് അങ്ങനത്തെ കണ്ടീഷനാണ്. പിന്നെ എക്സസീവ് യൂട്രൈൻ ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുന്നവർക്ക് നമ്മളിത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കീ ഹോളായിട്ട് നമുക്ക് എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓവേറിയൻ ഡിസീസസ് ആണ്. അപ്പോൾ ഓവറിയിൽ വരുന്ന കണ്ടീഷൻസ് വെച്ചാൽ സിസ്, ട്യൂമേഴ്സ്, പിന്നെ ടോർഷൻ എന്ന് പറയും, അത് ഓവറി ട്വിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്യൂബൽ കണ്ടീഷൻസ് ഉണ്ട്. ഇൻഫെർട്ടിലിറ്റിക്ക് വരുമ്പോൾ നമ്മളത് ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻസും ഇവാലുവേഷൻസിനും ലാപ്രോസ്കോപ്പി യൂസ്ഫുള്ളാണ്. ഇത്രയും കണ്ടീഷൻസ് നമുക്ക് ലാപ്രോസ്കോപ്പി ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ കാരണം ഇത് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ അവർക്ക് അറിവുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു വരും ചെയ്യാൻ പറ്റുമോ, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ചെയ്ത് കഴിഞ്ഞാൽ എത്ര റെസ്റ്റ് വേണ്ടി വരും, വേഗം തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റുമോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പി ഒരു സൊല്യൂഷനാണ്. കുറേ കേസസിൽ ചെയ്യാൻ പറ്റും. ചില മാലിഗ്നൻസീസ് എന്ന് വെച്ചാൽ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിന് വരെ നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ 5 year സർവൈവൽ, പിന്നെ റെക്കറൻസ് റേറ്റ്, ഇതൊക്കെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സായിട്ട് കമ്പയറബിൾ ആയിട്ടാണ് കാണാറുള്ളത്. കൂടുതൽ പോപ്പുലറായിട്ട് വരുന്നുണ്ട് ലാപ്രോസ്കോപ്പിക് സർജറീസ്.